കണക്ക് കൂട്ടലുകളിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടുകൾ വെച്ച് ഓരോ നിയമസഭാ മണ്ഡലത്തിലും ആര് ലീഡ് ചെയ്യുന്നു, ഇതാണ് രാഷ്ട്രീയ പാർട്ടികൾ നോക്കുന്നത്. അതേ വഴിക്ക് തന്നെയാണ് മാധ്യമങ്ങൾ. കഴിഞ്ഞ ദിവസം മലയാള മനോരമയുടെ കണക്ക് പുറത്തു വന്നിരുന്നു. അതിൽ LDFന് 58, UDFന് 80, NDA BJPക്ക് 2. ഇന്ന് മാതൃഭൂമിയുടെ കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. മാതൃഭൂമി ഒരു സീറ്റ് അധികം നൽകിയിട്ടുണ്ട് LDFന്, 59ആണ്. UDF 79, NDAക്ക് പതിപോലെ 2 സീറ്റ് നൽകിയിട്ടുണ്ട്. കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. വലിയ മാറ്റമൊന്നും ഉണ്ടാകില്ല. പക്ഷേ ഈ കണക്ക് അശാസ്ത്രീയമാണ്. കാരണം ഗ്രാമപഞ്ചായത്ത് വാർഡുകളുടെ കണക്കാണ് അടിസ്ഥാനമായി ഉപയോഗിച്ചിരിക്കുന്നത്. അത് തെറ്റാണ്. കാരണം ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ പല ഘടകങ്ങളും സ്വാധീനിക്കും. കുറച്ചുകൂടി നല്ലത് ജില്ലാ പഞ്ചായത്ത് വോട്ടുകൾ ജില്ലാ പഞ്ചായത്തിൽ ലഭിച്ച വോട്ടുകൾ പരിഗണിക്കുക എന്നതാണ്. അത് രാഷ്ട്രീയ വോട്ടായിരിക്കും എന്നതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ LDFന് സീറ്റ് കൂടുതൽ ലഭിക്കും. 64 സീറ്റ് ലഭിക്കും. ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ഈ വാർഡുകളുടെ വോട്ടെടുത്ത് പരിശോധിച്ചാൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കും. അത് പാടില്ല. അതുകൊണ്ട് ആ കണക്കിലേക്ക് പോകില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ അവർ ഗ്രാമപഞ്ചായത്തിലേക്ക് തന്നെ നിൽക്കും. അതുതന്നെയാണ് മനോരമ ചെയ്തത്. അതേ വഴിക്ക് തന്നെയാണ് മാതൃഭൂമിയും പോയത്. ജില്ലാ പഞ്ചായത്തിൻ്റെ വോട്ടുകൾ പരിശോധിച്ചാൽ 64 നിയമസഭാ മണ്ഡലങ്ങളിൽ LDFന് ലീഡുണ്ട്. 64 നിയമസഭാ മണ്ഡലങ്ങളിൽ ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. 64 നിയമസഭാ മണ്ഡലം എന്ന് വെച്ചാൽ ഭൂരിപക്ഷത്തിലേക്ക് വെറും 7 സീറ്റിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. 7 സീറ്റിൻ്റെ കുറവ്. 7 സീറ്റ് കൂടുതൽ പിടിക്കണം ഭൂരിപക്ഷം ലഭിക്കാൻ. 71 എന്ന മാജിക് നമ്പറിലേക്ക് എത്താൻ LDFന്. അത് കഴിയുമോ? കഴിയും എന്നാണ് LDF നേതാക്കൾ പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. മാതൃഭൂമിയുടെയും മനോരമയുടെയും കണക്കനുസരിച്ച് നോക്കിയാലോ? മാതൃഭൂമിയുടെ കണക്കനുസരിച്ച് നോക്കുമ്പോൾ 12 സീറ്റ് മതി 71-ലെത്താൻ. മനോരമയുടെ കണക്ക് വെച്ച് നോക്കിയാൽ അത് 13 സീറ്റ് വേണം. ഇത് വളരെ എളുപ്പമാണ്. എത്ര സീറ്റാണ് ശേഷിക്കുന്നത്? മലയാള മനോരമയും അതേപോലെ മാതൃഭൂമിയും കണക്ക് വെച്ച് നോക്കിയാൽ 58 മനോരമ, ശേഷിക്കുന്നത് 40 സീറ്റുകളാണ്. 40ഉം 41ഉം MLA മാർ തോൽക്കും എന്നാണ് മനോരമയും മാതൃഭൂമിയും പറയുന്നത്. അതിൽ നിന്ന് 13ഉം 12ഉം MLA മാർ ജയിച്ചാൽ മതി LDFന് അധികാരം കിട്ടാൻ എന്നാണ് കണക്ക്. അതല്ല, അതിനപ്പുറത്തേക്ക് പോകും എന്നാണ് LDF നേതാക്കൾ പറയുന്നത്. അവർ അതിനെ അടിസ്ഥാനമാക്കുന്ന ഒരു കണക്കുണ്ട്. 1000 വോട്ടിന് താഴെ ലീഡ് ചെയ്യുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. ആ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? ഉദുമ, തൃപ്പൂണിത്തറ, ചിറയൻകീഴ്, കുന്നത്തൂർ, കോന്നി, അടൂർ, അരൂർ. അങ്ങനെ 7 സീറ്റിൽ 1000 വോട്ടിൻ്റെ ലീഡ് മാത്രമാണുള്ളത് UDFന്. അത് മറികടക്കാൻ കഴിഞ്ഞാൽ ആ 7 സീറ്റ് കൂടെ പോരും. ശേഷിക്കുന്ന സീറ്റ് എവിടെ നിന്ന് ലഭിക്കും? 3000 വോട്ടിന് താഴെയുള്ള സീറ്റുകൾ 9 എണ്ണമുണ്ട്. 9 എണ്ണം 3000 വോട്ടിന് താഴെ. അത് നോക്കൂ. തളിപ്പറമ്പ് 2116 വോട്ട്, അഴീക്കോട് 2019 വോട്ട്, ബത്തേരി 2789 വോട്ട്, പൊന്നാനി 1278 വോട്ട്, ഏറ്റുമാനൂർ 1331 വോട്ട്, ചങ്ങനാശ്ശേരി 1190, വട്ടിയൂർക്കാവ് 2497, നെയ്യാറ്റിൻകര 1556. 3000 വോട്ടിന് താഴെയുള്ള 9 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. അതിലും ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ജയിച്ചു വരാൻ കഴിയും എന്നാണ് LDF നേതാക്കൾ കണക്ക് കൂട്ടുന്നത്. 1000-ൽ താഴെ വോട്ടിൻ്റെ ലീഡ് UDFനുള്ള മണ്ഡലങ്ങൾ വായിച്ചല്ലോ. അത് ഏതൊക്കെയാണ്? ഉദുമ 685, തൃപ്പൂണിത്തറ 243, ചിറയൻകീഴ് 640 വോട്ട്, കുന്നത്തൂർ 594 വോട്ട്, കോന്നി 324 വോട്ട്, അടൂർ 618 വോട്ട്, അരൂർ 525 വോട്ട്. ഇതാണ് 1000-ൽ താഴെ UDFന് ഭൂരിപക്ഷമുള്ള നിയമസഭാ മണ്ഡലങ്ങളുടെ വോട്ട്, അവരുടെ ഭൂരിപക്ഷം ലീഡ്. അത് മറികടക്കാൻ എളുപ്പത്തിൽ കഴിയും എന്നതാണ് LDF കണക്ക് കൂട്ടുന്നത്. അതോടൊപ്പം തന്നെ അപ്പുറത്ത് LDFന് ലീഡുള്ള 1000-ൽ താഴെ 3000-ൽ താഴെ ലീഡുള്ള സീറ്റുകളുണ്ട്. അതേതൊക്കെയാണ്?
905 വോട്ടിൻ്റെ ലീഡ് LDFന്. കൊട്ടാരക്കര 144 വോട്ടിൻ്റെ ലീഡ് മാത്രമേ ഉള്ളൂ. ഇരവിപുരം 105 വോട്ടിൻ്റെ ലീഡ് മാത്രമേ ഉള്ളൂ. കുട്ടനാട് 503 വോട്ടിൻ്റെ ലീഡ്. ഈ മണ്ഡലങ്ങളിൽ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഈ ഭൂരിപക്ഷം കൂട്ടുകയും ചെയ്യണം. അതും LDFന് മുന്നിലുള്ള വലിയ വെല്ലുവിളി തന്നെയാണ്. തൊട്ട് താഴെ 3000 താഴെ വോട്ടിൻ്റെ ലീഡുള്ള LDFന് ലീഡുള്ള മണ്ഡലങ്ങൾ: ബേപ്പൂർ 1340, ഗുരുവായൂർ 1281, വടക്കാഞ്ചേരി 1146, ഒല്ലൂർ 1466, പാല 1518, വൈക്കം 2238, ചെങ്ങന്നൂർ 1826, കൊല്ലം 2578 വോട്ടുകൾ, ചടയമംഗലം 1193, കഴക്കൂട്ടം 1909. അങ്ങനെ 10 നിയമസഭാ മണ്ഡലങ്ങൾ 3000 താഴെ ഭൂരിപക്ഷം LDFന് നൽകിയത്. ഈ മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അങ്ങനെ നന്നായി ഒന്ന് പരിശ്രമിച്ചാൽ ഒരു സംശയവും വേണ്ട, LDFന് ജയിച്ചു വരാൻ കഴിയും. സമയമുണ്ട് 4 മാസം. ആ 4 മാസം ഫലപ്രദമായി ഉപയോഗിക്കാൻ LDFന് കഴിയുമോ? CPIMൻ്റെ സംഘടന ശക്തി ഉപയോഗിച്ച് താഴെ തട്ടിൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാൻ സംഘടനയ്ക്ക് കഴിയുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. കഴിഞ്ഞാൽ സംശയമേയില്ല, ജയിച്ചു വരാൻ കഴിയും. അതോടൊപ്പം തന്നെ പാർട്ടി കൊടുത്ത ഒരു നിർദ്ദേശം, അത് 40 നിയമസഭാ മണ്ഡലങ്ങൾ, തോൽക്കുന്ന 40 നിയമസഭാ മണ്ഡലങ്ങൾ, അതിൻ്റെ കണക്ക് കൃത്യമായും താഴെത്തട്ടിൽ പോയിട്ടുണ്ട്. MLAമാർക്ക് ആ പ്രദേശത്തെ പാർട്ടിക്ക് കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, എവിടെയാണ് വോട്ട് കുറഞ്ഞത് എന്ന് പരിശോധിക്കാൻ. ആ പരിശോധന ജില്ലാടിസ്ഥാനത്തിൽ നടക്കും ഈ മാസം തന്നെ. അതിനുശേഷമായിരിക്കും പാർട്ടി CPIM ഒരു വലിയ മൂവ്മെൻറ്റിന്, ഒരു പ്രചാരണത്തിന്, പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുക. അത് ജനുവരി മാസം ആദ്യം തന്നെ ഉണ്ടാകും എന്നാണ് CPIM നേതാക്കൾ പറയുന്നത്.